ഷൈജു ആൻ്റണി, ഇവിടെ ബെസേലിയോസ് പിതാവ് പറഞ്ഞതുപോലെ കാതോലിക്ക ബാവ, ബഹുമാന്യനായ കാതോലിക്ക ബാവ സൂചിപ്പിച്ചതുപോലെ അമേരിക്ക അടക്കമുള്ള ലോകരാജ്യങ്ങളുടെ അനീതികൾക്കെതിരെ വിരൽ ചൂണ്ടിയ അദ്ദേഹം വളരെ കരുത്തനായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ കേരളത്തിൻ്റെ ഒരു വിഷയം എന്ന നിലയിൽ, വിവാദങ്ങൾക്കല്ല, കേരളത്തിൻ്റെ ഒരു വിഷയങ്ങളിൽ എങ്ങനെയാണ് ഇടപെട്ടതെന്ന്. ഇപ്പോൾ ജനാഭിമുഖമായ കുർബാന, അൾത്താരാഭിമുഖ കുർബാന, ഈ തർക്കത്തിൽ കാനോൺ നിയമത്തിൽ അധിഷ്ഠിതമായ ചില ഭൂപ്രശ്നങ്ങളെ പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കാനോൺ നിയമങ്ങൾ അധിഷ്ഠിതമായി നിലനിൽക്കും എന്നൊക്കെ പറഞ്ഞുള്ള വിവാദങ്ങൾ, ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ വന്നതും പ്രശ്നങ്ങൾ ഉണ്ടായതും ഈ മാർപ്പാപ്പയുടെ കാലത്താണ്. എങ്ങനെയായിരുന്നു അദ്ദേഹം അതിൽ വ്യതിരിക്തമായി ഇടപെട്ടത്? എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഒന്ന്, ഫ്രാൻസിസ് മാർപ്പാപ്പ സുവിശേഷ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ച് എന്താണ് സുവിശേഷം എന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തിയ ഒരു ജ്ഞാനിയായ ഒരു പുരോഹിതനാണ്. തീർച്ചയായും ആഗോള കത്തോലിക്ക സഭയുടെ തലവനായ ഫ്രാൻസിസ് മാർപ്പാപ്പ, അദ്ദേഹം വളരെ വ്യക്തമായി, അതായത് സുവിശേഷത്തിലൊരു വാചകമുണ്ട്, പരിശുദ്ധാത്മാവ് ഓരോരുത്തരിലും പ്രവർത്തിക്കുന്നത് പൊതു നന്മയ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ ഈ പൊതു നന്മ എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പൊതു നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു മാർപ്പാപ്പയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. എല്ലാ ഘട്ടങ്ങളിലും സീറോ മലബാർ സഭയുടെ വിഷയത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ഇടപെടുന്നതിന് പരിമിതികളുണ്ടായിരുന്നു. കാരണം സീറോ മലബാർ സഭ ഒരു സൂയിയൂർ ചർച്ചാണ്. അപ്പോൾ അതിനകത്ത് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ഇടപെടാവുന്നതിൻ്റെ പരിധികളുണ്ടായിരുന്നു. എന്നാൽ ആ പരിധികളിൽ നിന്നുകൊണ്ട് തന്നെ വളരെ ധീരമായ ചില തീരുമാനങ്ങൾ ഫ്രാൻസിസ് മാർപ്പാപ്പ എടുത്തു എന്ന് പറയാതിരിക്കാനാവില്ല. 2 അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർമാരെ പിൻവലിച്ചു, ഒരു മേജർ ആർച്ച് ബിഷപ്പിനെ പിൻവലിച്ചു. ഇതെല്ലാം സംഭവിച്ചത് സിനഡോൺ സിനഡാലിറ്റി എന്ന് പറയുന്ന ആ ഒരു സിനഡിന് ശേഷമാണ്. എന്താണ് സിനഡോൺ സിനഡാലിറ്റി പറഞ്ഞതെന്നറിയാം? 2ാം വത്തിക്കാൻ കൗൺസിൽ പറഞ്ഞത് പീപ്പിൾ ഓഫ് ഗോഡ് എന്നാണ്, ദൈവജനത്തെ അങ്ങനെയാണ് വിളിച്ചത്. എന്നാൽ മാർപ്പാപ്പ അതിനെ കുറേ കൂടി വിശദമായിട്ട് ഹോളി പീപ്പിൾ ഓഫ് ഗോഡ് ഈസ് ദ ചർച്ച് എന്ന് പറഞ്ഞു. വിശുദ്ധരായ ദൈവജനമാണ് സഭ എന്ന് പഠിപ്പിച്ച ഒരു സിനഡോൺ സിനഡാലിറ്റി ഉണ്ടായിരുന്നു. ദൈവജനത്തിന് വേണ്ടി അതിശക്തമായ ഒത്തിരിയേറെ നിലപാടുകൾ ഈ സിനഡോൺ സിനഡാലിറ്റിയുടെ ഫൈനൽ ഡോക്യുമെൻറ്റിലുണ്ട്. ആ ഡോക്യുമെൻ്റ് വായിച്ച് നോക്കിയാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. അപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ ചില കാര്യങ്ങളിൽ പറഞ്ഞ ഒരു വാചകങ്ങളുണ്ട്. ആ വാചകങ്ങൾ ഒരു പക്ഷേ ഞങ്ങളുടെ പല ബിഷപ്പുമാർക്ക് പോലും മനസ്സിലായില്ല അന്നത്തെ കാലത്ത്. 2021 ഈ കുർബാന പ്രശ്നവുമായി ബന്ധപ്പെട്ട് കുർബാന പ്രശ്നത്തിന് അംഗീകാരം കൊടുത്തുകൊണ്ട് മാർപ്പാപ്പ എഴുതിയ കത്തിനകത്ത് 2 പ്രധാനപ്പെട്ട വാചകങ്ങളുണ്ടായിരുന്നു. അതിലൊന്ന് വാക്കിംഗ് ടുഗദർ വിത്ത് ദ പീപ്പിൾ ഓഫ് ഗോഡ് എന്നാണ്. 2ാമത്തത് ടൈം ഈസ് ഗ്രേറ്റർ ദാൻ സ്പേസ് എന്നാണ്. ഈ ടൈം ഈസ് ഗ്രേറ്റർ ദാൻ സ്പേസ് എന്ന് പറയുന്ന വാചകം എടുത്തത് അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ചാക്രിക ലേഖനമായ ഇവാഞ്ചലം ഗോഡിയം എന്ന് പറയുന്ന ചാക്രിക ലേഖനത്തിൽ നിന്നാണ് എടുത്തത്. അതിനകത്ത് എഴുതിയിരിക്കുന്ന ആ പാരഗ്രാഫ് വായിച്ചു നോക്കിയാൽ ഞങ്ങൾക്ക് വളരെ വ്യക്തമായിരുന്നു മാർപ്പാപ്പ പറയുന്നത് ഞങ്ങളോടാണ്. എന്താണ് ഞങ്ങളോട് പറയുന്നത്? നിങ്ങൾ സമയമെടുത്ത് നിങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിന്നാൽ ടൈം ഈസ് ഗ്രേറ്റർ, അതുകൊണ്ട് ആ സമയം നിങ്ങൾക്ക് അത് നേടിത്തരും എന്ന ഒരു ഉറച്ച ബോധ്യം ഞങ്ങൾക്കുണ്ടായിരുന്നു. ബിഷപ്പുമാരത് മനസ്സിലാക്കിയോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ അവരെ കുറ്റപ്പെടുത്താനാണല്ല ഈ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് മാർപ്പാപ്പ പറഞ്ഞ പല വാചകങ്ങളുടെയും പൊരുളെന്താണെന്ന് പലപ്പോഴും പലർക്കും മനസ്സിലായിട്ടില്ല. മാർപ്പാപ്പയുടെ ഒരു വാചകം ഒരിക്കൽ, നിരന്തരം എപ്പോഴും വത്തിക്കാൻ ന്യൂസ് ഞാൻ ശ്രദ്ധിക്കാറുള്ള ഒരാളായതുകൊണ്ട് മാർപ്പാപ്പയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒരിക്കൽ ഞാൻ ശ്രദ്ധിക്കുകയാണ്. അതിനകത്ത് മാർപ്പാപ്പ ഇങ്ങനെ പറയുകയാണ്, ഞാൻ പറയുന്നത് കമ്മ്യൂണിസമല്ല സുവിശേഷമാണ്. മാർപ്പാപ്പ പറയുകയാണ്, ഞാൻ പറയുന്നത് കമ്മ്യൂണിസമല്ല സുവിശേഷമാണ്. എന്താണ് മാർപ്പാപ്പ അത് പറയാനുള്ള കാരണമെന്നറിയാം? മാർപ്പാപ്പ അമേരിക്കയിലെ പോലത്തെ സമഗ്രാധിപത്യ മുതലാളിത്തം എന്ന് പറയുന്നത് ഒരു പാർഷ്യൽ എക്കണോമിയാണെന്നും അത്തരമൊരു എക്കണോമി
ജനത്തെ നശിപ്പിക്കും, പൊതുസമൂഹത്തെ നശിപ്പിക്കുമെന്ന് മാർപ്പാപ്പ പറഞ്ഞു. അതിൻ്റെ തൊട്ടുപുറകെ മാർപ്പാപ്പ പറഞ്ഞു, ദർ ഷുഡ് ബി എ യൂണിവേഴ്സൽ ബേസിക് ഇൻകം. നോക്കൂ, ആഗോള മിനിമം വേതനം ഉണ്ടാകണം എന്ന് മാർപ്പാപ്പ ആവശ്യപ്പെടുകയാണ് പൊതുസമൂഹത്തിന് വേണ്ടി. ഡിഗ്നിറ്റി ഓഫ് ലേബർ മാർപ്പാപ്പ ആവശ്യപ്പെടുകയാണ്. ഇതെല്ലാം കേട്ടപ്പോൾ ഈ യാഥാസ്ഥിതികരായ കുറേ ആളുകൾ പറഞ്ഞു, നോക്കൂ, ഈ മാർപ്പാപ്പ കമ്മ്യൂണിസ്റ്റാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ. മാർപ്പാപ്പ പറയാം, ഞാൻ പറയുന്നത് കമ്മ്യൂണിസം അല്ല, ഞാൻ പറയുന്നത് സുവിശേഷമാണ് എന്ന് മാർപ്പാപ്പ പറയുകയാണ്. അതിനുശേഷം പിന്നീട് നോക്കുമ്പോൾ, ജനം നോക്കുമ്പോൾ കാണുന്നത് ചൈനയിൽ ഏകദേശം ഒരു 6ഓളം ബിഷപ്പുമാരെ ചൈന ഗവൺമെൻറ് മാർപ്പാപ്പയുടെ അനുമതി ഇല്ലാതെ ബിഷപ്പുമാരെ വാഴിച്ചു. പിന്നീട് കാണുന്നത് മാർപ്പാപ്പ ആ ബിഷപ്പുമാരെ റെഗുലറൈസ് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ വാദം ഒന്നുകൂടി ശക്തിപ്പെട്ടു. മാർപ്പാപ്പതെ കമ്മ്യൂണിസ്റ്റുകൾക്ക് വേണ്ടി വിട്ടുവീഴ്ച ചെയ്തു. പക്ഷേ മാർപ്പാപ്പ എല്ലാ സമയത്തും പൊതുനന്മയ്ക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചത്, പൊതുനന്മയ്ക്ക് വേണ്ടിയാണ് ശബ്ദിച്ചത്, പൊതുനന്മയ്ക്ക് വേണ്ടിയാണ് തങ്ങളുടെ ഓരോ ലേഖനങ്ങളും ഇറക്കിയിരുന്നത് എന്ന സത്യം പലരും വൈകിയാണ് മനസ്സിലാക്കുന്നത്. മാർപ്പാപ്പ പുറത്തിറക്കിയ ഒരു ചാക്രിക ലേഖനമുണ്ട്, ലൗദാത്തെ സി. എൻ്റെ പൊതു കുടുംബത്തിന് വേണ്ടി, പൊതുവായ കുടുംബത്തിന് വേണ്ടി ഞാൻ പറയുന്നു എന്ന് പറഞ്ഞ് ആഗോള താപനത്തെക്കുറിച്ചും കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചും മാർപ്പാപ്പ ഇറക്കിയ ചാക്രിക ലേഖനം ലോകമെമ്പാടുമുള്ള മുഴുവൻ രാജ്യങ്ങളും ചർച്ച ചെയ്തു. യുണൈറ്റഡ് നേഷൻസ് അതിനെ തുടർന്ന് അതിശക്തമായ പല നിലപാടുകൾ പ്രഖ്യാപിച്ചു. അപ്പോൾ അത്ര കൃത്യമായി ലോകമെന്ന് പറയുന്നത് നമ്മുടെ പൊതുഭവനമാണ് എന്ന് കാണത്തക്ക രീതിയിൽ പുറത്തേക്ക് പറയാനുള്ള ഒരു കപ്പാസിറ്റി മാർപ്പാപ്പയ്ക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. പൊതു നന്മ എന്ന് പറയുന്നത് അത്രമേൽ ശക്തമാണ്. മാർപ്പാപ്പ ഇടപെട്ട ഓരോ വിഷയങ്ങളും എടുക്കുക. ഏത് വിഷയത്തിലാണ് മാർപ്പാപ്പ ഇടപെടാത്തത്? എക്കണോമിയിൽ മാർപ്പാപ്പ ഇടപെട്ടു. അബോർഷൻ എന്ന് പറയുന്ന വിഷയത്തിനകത്ത് മാർപ്പാപ്പ ഇടപെട്ടുകൊണ്ട് പറഞ്ഞു, അബോർഷൻ നടത്തരുത് എന്നുള്ള കത്തോലിക്ക സഭയുടെ തീരുമാനത്തിൽ മാറ്റമില്ല. എന്നാൽ ഒരിക്കൽ അബോർഷൻ നടത്തിയ അമ്മമാർക്ക് പാപമോചനം കൊടുക്കാനുള്ള അധികാരം ബിഷപ്പുമാർക്ക് മാത്രമല്ല വൈദികർക്ക് കൂടി കൊടുത്തുകൊണ്ട് മാർപ്പാപ്പ ഉത്തരവായി. അതേപോലെ LGBTQ കാറ്റഗറിയിലുള്ളവരെ മാർപ്പാപ്പ ചോദിച്ചത്, ഞാൻ ആരാണ് അവരെ വിധിക്കാൻ എന്നാണ്. അവർ ദൈവത്തിൻ്റെ സന്താനങ്ങളല്ലേ, ഞാൻ ആരാണ് അവരെ വിധിക്കാൻ? അങ്ങനെ ഓരോ രംഗത്തും എവിടെയൊക്കെയാണോ, ഗാസയിൽ നിങ്ങൾ ഇത്ര ആലോചിച്ച് നോക്കിയാൽ മതി. ഈജിപ്തിലെ കോപ്റ്റിക് സഭയിലെ 21 ക്രിസ്ത്യാനികളെ IS തീവ്രവാദികൾ കഴുത്തറത്ത് കൊന്നതിൻ്റെ ചിത്രങ്ങൾ വീഡിയോ നമ്മളെല്ലാവരും കണ്ടതാണ്. ആ കോപ്റ്റിക് സഭയിലേക്ക് മാർപ്പാപ്പ യാത്ര നടത്തി. മാർപ്പാപ്പ യാത്ര നടത്താൻ പോകുന്നതിന് ഒരു 2-3 ആഴ്ചകൾക്ക് മുമ്പ് അവിടുത്തെ ബസിലിക്കയിൽ ഒരു മനുഷ്യ ബോംബ് വന്ന് പൊട്ടിച്ചതറി. ആ ബസിലിക്ക ആകെ ചിന്നിച്ചതറി. IS തീവ്രവാദികൾ നടത്തിയ തീവ്രവാദ ആക്രമണമാണ്. മാർപ്പാപ്പയുടെ വരവ് തടയാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. എന്താ സംഭവിച്ചതെന്നറിയോ? മാർപ്പാപ്പ പറഞ്ഞു, ഒരു തീവ്രവാദി ആക്രമണം മൂലം ഞാൻ അവിടെ പോകാതിരുന്നാൽ അതവർക്ക് ബലമേകും, അതുകൊണ്ട് ഞാൻ വരുന്നുണ്ട്. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ മാർപ്പാപ്പ ആ സ്ഥലത്ത് ചെന്നു. അവിടെ ചെന്ന് സംസാരിച്ചു. എന്ന് മാത്രമല്ല, മാർപ്പാപ്പ ഈജിപ്തിലെ അൽ അസർ ഇമാമിനെ കണ്ട് ഇമാമുമായി ഒരു സമാധാന ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. അവിടെ IS ആക്രമണം നടക്കുന്ന സമയത്ത് തീവ്രവാദികളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മുസ്ലിം സമുദായത്തെ ചേർത്ത് പിടിക്കാൻ മാർപ്പാപ്പയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. തീവ്രവാദികളെ നിശിതമായി വിമർശിക്കുകയും തള്ളിപ്പറയുകയും കൊലപാതകത്തെ നിശിതമായി വിമർശിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ഒരു സമാധാന ഉടമ്പടി കെയ്റോയിൽ വെച്ച് ഒപ്പിടാൻ സാധിച്ചു. അറബ് രാജ്യങ്ങൾ സന്ദർശിക്കുന്ന ഒരുപക്ഷെ ആദ്യത്തെ മാർപ്പാപ്പയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. അറബ് രാജ്യങ്ങളിലേക്ക് ആദ്യമായിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ ആണ് മാർപ്പാപ്പ എന്നുള്ള നിലയിൽ കടന്നു ചെല്ലുന്നത്. മാർപ്പാപ്പ അതിനുശേഷം എഴുതിയ ഒരു ചാക്രിക ലേഖനത്തിൻ്റെ ആമുഖത്തിൽ എന്നെ ഈ ലേഖനം എഴുതാൻ പ്രേരിപ്പിച്ചത് അറബ് രാജ്യത്തെ തലവനാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ പേരടക്കം ആ ലേഖനത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. അവിടെ IS തീവ്രവാദികൾ ആക്രമണം നടത്തിയ സ്ഥലം എനിക്ക് കാണണം എന്ന് പറഞ്ഞ് മാർപ്പാപ്പ ആ സ്ഥലം പോയി സന്ദർശിക്കുന്നുണ്ട്.
അങ്ങനെയാണ് മാർപ്പാപ്പയുടെ ഓരോ ചെയ്തികളും നമ്മൾ അങ്ങനെയാണ് കാണേണ്ടത്. തീർച്ചയായും മാർപ്പാപ്പയ്ക്കെതിരെ വലിയൊരു ആരോപണം ഉയർന്നു, വലിയൊരു ആരോപണം. ചിലിയിലുള്ള ഒരു വിഷയം കൂടി പറഞ്ഞേക്കട്ടെ. ചിലിയിലുള്ള ഒരു ബിഷപ്പിനെതിരെ ഒരു ലൈംഗിക ആരോപണം ഉയർന്നപ്പോൾ മാർപ്പാപ്പ ഈ ബിഷപ്പിനൊപ്പം ചേർന്നു എന്ന് പറഞ്ഞ് മാർപ്പാപ്പയ്ക്കെതിരെ ഒരു വലിയ ആരോപണമുണ്ടായി. ആ ആരോപണമുണ്ടായി എന്നറിഞ്ഞപ്പോൾ മാർപ്പാപ്പ ചെയ്തത് ചിലിയിൽ പോയി ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കാൻ ഒരു കമ്മീഷനെ വയ്ക്കുകയാണ്. അങ്ങനെ കമ്മീഷനെ വെച്ചു. മാർപ്പാപ്പയ്ക്ക് മനസ്സിലായി ഞാൻ എടുത്ത നിലപാട് തെറ്റിപ്പോയി. മാർപ്പാപ്പ പരസ്യമായി മാപ്പ് പറഞ്ഞു, ഞാൻ എടുത്ത നിലപാട് തെറ്റിപ്പോയി. ആ വിക്ടിമിനെ വിളിച്ചു വരുത്തി മാപ്പ് ചോദിച്ചു എന്ന് മാത്രമല്ല, ചിലിയിലെ മുഴുവൻ ബിഷപ്പിനെ, ചിലിയിലെ ബിഷപ്സ് കോൺഫറൻസിനെ വിളിച്ച് ആ കോൺഫറൻസിലുള്ള മുഴുവൻ ആളുകളും രാജിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഞാൻ പറഞ്ഞത് ഒരിക്കലും കത്തോലിക്ക സഭയിൽ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള അതിനൂതനമായ സമീപനങ്ങൾ, നിശിതമായ സമീപനങ്ങൾ മാർപ്പാപ്പ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് മാർപ്പാപ്പ എന്ന് പറയുന്നത്, ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ വിയോഗമെന്ന് പറയുന്നത് കത്തോലിക്ക സഭയുടെ നഷ്ടമല്ല, മറിച്ച് ഈ ലോകത്തിൻ്റെ, തീർച്ചയായും മാനവകുലത്തിൻ്റെ തന്നെ നഷ്ടമാണ്. തീർച്ചയായും അങ്ങനെയാണ് അദ്ദേഹം അടയാളപ്പെടുത്തുന്നത്. എല്ലാ വിഷയങ്ങളും ഷൈജു ആൻ്റണി പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്.